ചെങ്കോട്ടയിലും ഇന്ത്യയിലെ മഹാക്ഷേത്രങ്ങളിലും ലഷ്കർ ഇ തോയ്ബയ്ക്ക് സ്ഫോടനം നടത്താൻ ലക്ഷ്യം. സുരക്ഷാ ഏജൻസികളാണ് ഇക്കാര്യം പുറത്തുവിട്ടത്. ഇംപ്രൊവൈസ്ഡ് എക്സ്പ്ലോസീവ് ഡിവൈസ് മാതൃകയിലാണ് സ്ഫോടനം നടത്താൻ ലഷ്കർ ഭീകർ നീക്കമിടുന്നത്. ഇസ്ലാമാബാദിലെ പള്ളിയിൽ 31 പേർ ഫെബ്രുവരി 6 നടന്ന ചാവേർ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട സാഹചര്യത്തിലാണ് ലഷ്കർ ഭീകരർ ഇന്ത്യയെ നോട്ടമിടുന്നത്. പാകിസ്ഥാനിൽ നടന്ന ഭീകരാക്രമണത്തിന്റെ ഉത്തരവാദിത്വം തീവ്രവാദ സംഘടനയായ ICS ഏറ്റെടുത്തിരുന്നു. കഴിഞ്ഞ നവംബർ 10 ചെങ്കോട്ടയിൽ കാർ പൊട്ടിത്തെറിച്ച് 12 പേർ ദാരുണമായി കൊല്ലപ്പെട്ടിരുന്നു. ഇതിനു പിന്നാലെയാണ് ലഷ്കർ ഇ തോയ്ബ അടുത്ത ഭീകരവാദ ആക്രമണത്തിന് ഇന്ത്യയെ ഉന്നമിടുന്നത്. ഫരീദാബാദിലുള്ള അൽഫല സർവകലാശാലയിലെ ഡോക്ടർ ഉമർ മുഹമ്മദ് എന്ന കാശ്മീർ വിഘടനവാദിയായ ഭീകരനായിരുന്നു കാർ ഓടിച്ചിരുന്നത്. ആക്രമണത്തിൽ 7 പേരാണ് പിന്നാലെ NIA സുരക്ഷാ സംഘം അറസ്റ്റ് ചെയ്തത്. കേസിൽ അന്വേഷണം പൂർത്തിയാക്കാൻ ഡൽഹി കോടതി 45 ദിവസത്തെ അധിക സമയം അനുവദിച്ചത് കഴിഞ്ഞ ആഴ്ചയാണ്. ചെങ്കോട്ട സ്ഫോടന കേസിൽ അറസ്റ്റിലായ ഡോക്ടർമാരുടെ സംഘം ആഗോള കോഫി ശൃംഖലകളും ഔട്ട്ലെറ്റുകളും ഉന്നമിച്ചിരുന്നു. ജൂത പൗരന്റെ ഉടമസ്ഥതയിലുള്ള കോഫി ഷോപ്പാണ് ഭീകരർ ലക്ഷ്യമിട്ടത്. കഴിഞ്ഞ 4 വർഷമായി ഈ ആഗോള വൈറ്റ് കോളർ ഭീകര സംഘം സജീവമായിരുന്നു. അൽ ഖ്വയ്ദയുടെ ഇന്ത്യൻ ഘടകമായ അൻസാർ ഗസ്വത് ഉൽ ഹിന്ദിനെ പുനരുജ്ജീവിപ്പിക്കാൻ ഇവർ മടിച്ചില്ല. ഇതിലൂടെ രാജ്യത്ത് ഇസ്ലാമിക ഭരണം സ്ഥാപിക്കുകയായിരുന്നു ഈ ഡോക്ടർ സംഘങ്ങളുടെ ലക്ഷ്യം. ലഷ്കർ ഇ തോയ്ബയുടെ ബോംബാക്രമണ ഭീതിയെ തുടർന്ന് കടുത്ത ജാഗ്രതയിലാണ് രാജ്യം.